إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായ, എന്നാൽ അതിൻ്റെ യഥാർത്ഥ മഹത്വം പലപ്പോഴും നാം മറന്നു പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ ആദ്യ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ച്. പലരുടെയും പ്രസംഗത്തിൽ കേട്ടതുപോലെ നാം ദിവസവും 17 തവണയെങ്കിലും ഈ 7 വചനങ്ങൾ പാരായണം ചെയ്യാറുണ്ട്. എന്നാൽ എത്ര തവണ നാം ഇതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് ഓതിയിട്ടുണ്ട്? പലപ്പോഴും വെറും ഒരു ചടങ്ങായി നാം അത് വേഗത്തിൽ ഓതി തീർക്കുന്നു. നമ്മുടെ ചുണ്ടുകൾ അനങ്ങുമ്പോഴും ഹൃദയം പലപ്പോഴും മറ്റു പല ചിന്തകളിലുമാവും. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ നമുക്ക് അതിനൊരു മാറ്റം വരുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് സൂറത്തുൽ ഫാത്തിഹ വെറും ഒരു പ്രാർത്ഥനയല്ല, അത് നിങ്ങളും ആകാശ ഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവും തമ്മിൽ നടക്കുന്ന നേരിട്ടുള്ള ഒരു സംഭാഷണമാണ്. ഈ സൂറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത് സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ വളരെ മനോഹരമായ ഖുദ്സിയായ ഒരു ഹദീസ് നാം പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു തആല ഖസംതു الصلاة بيني وبين عبدي نصفين ولعبدي ما سأل فإذا قال العبد الحمد لله رب العالمين قال الله تعالى حمدني عبدي وإذا قال الرحمن الرحيم قال الله تعالى أثنى علي عبدي وإذا قال مالك يوم الدين قال مجدني عبدي فإذا قال إياك نعبد وإياك نستعين قال هذا بيني وبين عبدي ولعبدي ما سأل فإذا قال اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين قال هذا لعبدي ولعبدي ما سأل. ഇതിൻ്റെ ആശയം ഇപ്രകാരമാണ്. നമസ്കാരത്തെ അഥവാ സൂറത്തുൽ ഫാത്തിഹയെ എനിക്കും എൻ്റെ ദാസനുമിടയിൽ ഞാൻ രണ്ടായി പകുത്തിരിക്കുന്നു. എൻ്റെ ദാസൻ ചോദിച്ചത് അവന് തീർച്ചയായും ലഭിക്കുന്നതാണ്. ചിന്തിച്ചു നോക്കൂ, പ്രപഞ്ചനാഥനായ അള്ളാഹു നിങ്ങൾ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറാകുന്നു. ആ സംഭാഷണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നാം പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ മുഴുവൻ ചിന്തകളും മാറ്റിവെച്ച് ആദ്യം പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ്. ഈ വചനം നിങ്ങളുടെ നാവിലൂടെ പുറത്തു വരുമ്പോൾ തന്നെ 7 ആകാശങ്ങൾക്കും മുകളിൽ നിന്ന് അള്ളാഹു മലക്കുകളോട് പറയും, ഹമിദനി അബ്ദി, എൻ്റെ ദാസൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു. നിങ്ങളെ അള്ളാഹു ഓർക്കുന്നു. അഭിമാനത്തോടെ മലക്കുകളോട് നിങ്ങളെക്കുറിച്ച് പറയുന്നു. അൽഹംദുലില്ലാ എന്നത് എല്ലാം പൂർണ്ണമായിരിക്കുമ്പോൾ മാത്രം പറയേണ്ട വാക്കല്ല. സന്തോഷത്തിലും സങ്കടത്തിലും നാം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ശീലിക്കണം. കാരണം ഏത് ഇരുണ്ട പ്രതിസന്ധിയിലും നമ്മെ കേൾക്കാൻ ഒരു റബ്ബുണ്ടെന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. തുടർന്ന് നാം പറയുന്നു അർ-റഹ്മാൻ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ, അഥവാ അവൻ പരമകാരുണികനും കരുണാനിധിയുമാണ്. അപ്പോൾ അള്ളാഹു മറുപടി പറയും, അസ്ന അലയ്യ അബ്ദി, എൻ്റെ ദാസൻ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. മനുഷ്യർ ചിലപ്പോൾ നമ്മുടെ തെറ്റുകൾ കണ്ട് നമ്മെ വെറുത്തേക്കാം. എന്നാൽ പടച്ചവന്റെ കാരുണ്യം അതിവിശാലമാണ്. ഒരു ഉമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനോടുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ സ്നേഹമാണ് അള്ളാഹുവിന് നമ്മോടുള്ളത്. നാം എത്ര തവണ വീണുപോയാലും എത്ര വലിയ തെറ്റുകാരനായാലും അവൻ പുറത്തു തരാൻ കാത്തിരിക്കുന്നു. പിന്നീട് നാം പാരായണം ചെയ്യുന്നത് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിലെ ഉടമസ്ഥൻ എന്നാണ്. ഇതിന് അള്ളാഹു നൽകുന്ന മറുപടി ഇതാണ്, മജ്ജദനി അബ്ദി, എൻ്റെ ദാസൻ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഈ ദുനിയാവിലെ പണവും പ്രതാപവും സങ്കടങ്ങളും എല്ലാം താൽക്കാലികമാണ്. നാളെ ഒരിക്കൽ അള്ളാഹുവിൻ്റെ മുൻപിൽ നാം നിൽക്കേണ്ടി വരും. ആ കോടതിയിൽ വിധി പറയുന്നവൻ തൊട്ടു മുൻപത്തെ വരിയിൽ നാം വിളിച്ച അതേ പരമകാരുണികനായ അള്ളാഹു അർ-റഹ്മാൻ റഹീം തന്നെയാണ് എന്നത് നമുക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. നീതി നടപ്പിലാക്കപ്പെടും, പക്ഷേ അത് അളവറ്റ കാരുണ്യത്തോടെയായിരിക്കും.
ഇവിടെ വെച്ച് ഈ സൂറത്തിന്റെ ഭാവം മാറുന്നു. ആദ്യത്തെ 3 ആയത്തുകൾ അള്ളാഹുവിനെ കുറിച്ചായിരുന്നുവെങ്കിൽ ഇനി നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് സംസാരം. നാം പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അപ്പോൾ അള്ളാഹു നൽകുന്ന അതിമനോഹരമായ മറുപടി കേൾക്കുക. ഹാദാ ബൈനി വബൈന അബ്ദി വലിഅബ്ദി മാ സഅൽ, ഇത് ഞാനും എൻ്റെ ദാസനും തമ്മിലുള്ളതാണ്. എൻ്റെ ദാസൻ ചോദിച്ചതെന്തോ അത് അവന് ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുമ്പോൾ, സങ്കടങ്ങൾ ആരോടും പറയാനാവാതെ സ്വന്തം മുറിയിലിരുന്ന് കരയുമ്പോൾ ഈ വചനം ഓർക്കുക. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നിസ്സഹായത നാം അള്ളാഹുവിനെ അറിയിക്കുകയാണ്. ആ നിമിഷം പ്രപഞ്ചനാഥൻ നിങ്ങൾക്ക് അവൻ്റെ സഹായം ഉറപ്പു നൽകുന്നു. നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല. വലിയ ആബദി മാസൽ, എന്ത് ചോദിച്ചാലും തരാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. ഇനി നാം എന്താണ് ചോദിക്കുന്നത്? പണമോ പ്രതാപമോ അല്ല. ഇഹലോകത്തും പരലോകത്തും വിജയിക്കാനുള്ള ഏറ്റവും വലിയ കാര്യമാണ് നാം ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ ഞങ്ങളെ നീ നേരായ വഴിയിൽ നയിക്കണമേ. ഈ വചനം മുതൽ സൂറത്തിന്റെ അവസാനം വരെ അള്ളാഹു നൽകുന്ന മറുപടി ഇതാണ്. ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅൽ, ഇത് എൻ്റെ ദാസനുള്ളതാണ്, അവൻ ചോദിച്ചത് അവന് തീർച്ചയായും ലഭിക്കുന്നതാണ്. ഏതാണ് ആ നേരായ വഴി? തൊട്ടടുത്ത വരികളിൽ നമ്മൾ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ വഴി, നിന്റെ കോപത്തിന് ഇരയായവരുടെയോ വഴിതെറ്റിപ്പോയവരുടെയോ വഴിയല്ല. അതായത് കോപവിധേയരും വഴിപിഴച്ചവരുമായ ആളുകൾ സ്വീകരിച്ചതല്ലാത്ത മാർഗം എന്ന് സാരം. സത്യമറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്നവരിലോ ലക്ഷ്യമില്ലാതെ വഴിതെറ്റി ജീവിക്കുന്നവരിലോ ഞങ്ങളെ നീ ആക്കരുതേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. യഹൂദികളെ ഉദ്ദേശിച്ച് കോപവിധേയരായവർ എന്ന് പറഞ്ഞത് അവർ അറിവുണ്ടായിട്ടും അതിനെതിരെ പ്രവർത്തിച്ചത് കൊണ്ടാണെന്നും, ക്രിസ്ത്യാനികളെ കുറിച്ച് വഴിപിഴച്ചവർ എന്ന് പറഞ്ഞത് അവർ സത്യം അറിയാതെ പിഴച്ചു പോയത് കൊണ്ടാണെന്നും ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ചൂണ്ടിക്കാട്ടിയതായി അദ്ദേഹത്തിന്റെ ഇഖ്തിലാ അസ്സിറാത്തൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ കാണാം. പ്രവാചകന്മാരുടെയും സത്യസന്ധരുടെയും വഴിയിൽ ഞങ്ങളെ നീ ആക്കണമേ എന്ന് ചോദിച്ചുകൊണ്ട് നാം പറയുന്നു, ആമീൻ. അള്ളാഹുവെ, ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇനി മുതൽ നാം സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ പടച്ചവനുമായുള്ള ഈ സംഭാഷണം ഓർക്കുക. 10 സെക്കൻഡ് കൊണ്ട് ഫാത്തിഹ ഓതി തീർക്കുന്നതിന് പകരം ഓരോ ആയത്തും നിർത്തി നിർത്തി ഓതി ശീലിക്കുക. അള്ളാഹു നമുക്ക് മറുപടി നൽകുന്നുണ്ടെന്ന് ഹൃദയം കൊണ്ട് അനുഭവിക്കുക. ഈ ബോധം വന്നാൽ പിന്നെ നമ്മുടെ പ്രാർത്ഥനകൾ വെറും ഒരു ചടങ്ങാവില്ല, ഹൃദയത്തിന് സമാധാനം നൽകുന്ന ഒരു അനുഭവമായി അത് മാറും ഇൻഷാ അള്ളാഹ്. പരമകാരുണികനായ അള്ളാഹുവേ, നിന്റെ വചനങ്ങളുടെ സൗന്ദര്യം ഉൾക്കൊള്ളാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തുറന്നു തരണമേ. നിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിന്നോട് സംസാരിക്കുന്നുവെന്ന അനുഭൂതി ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നയിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഇഹലോകത്ത് ഞങ്ങൾക്ക് സമാധാനവും പരലോകത്ത് വെളിച്ചവുമാക്കി മാറ്റുകയും ചെയ്യണമേ. ആമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.